നമ്മുടെ ഭാര്യമാർ അല്ലാഹു തആല നമ്മുടെ ശരീരത്തിന് പൂർണ്ണമായ നിലയിൽ അവരുമായി ശാരീരിക ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി അല്ലാഹു അനുവദിച്ചു തന്ന ഹലാലായ ഭാര്യമാർ, ആ ഹലാലായ ഭാര്യമാർ അവർ രണ്ടുപേരും നോമ്പ് പിടിച്ചു കൊള്ളട്ടെ. ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയുമായ ഭാര്യ ഭർത്താക്കന്മാർ, ദമ്പതിമാർ അവർ ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിക്കുകയാണ്. റമളാനിന്റെ നോമ്പ് പിടിച്ചുകൊണ്ട് അവർ പകലിന്റെ സമയത്ത് ഒറ്റയ്ക്കൊരു മുറിയിൽ ഉറങ്ങുകയാണ്. ശാരീരികമായി അവർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരല്ലാതെ മറ്റാരും അറിയുകയില്ല. പക്ഷേ ഒരു നോമ്പുകാരനായ യുവാവോ ഒരു നോമ്പുകാരിയായ യുവതിയോ പരിശുദ്ധമായ റമളാനിന്റെ മാസത്തിന്റെ പകലിന്റെ ദിവസങ്ങളിൽ അവർ ഒരിക്കലും ശാരീരികമായി ബന്ധപ്പെടാൻ തയ്യാറാവുകയില്ല. ഇതാണ് തഖ്വ. ഇതാണ് തഖ്വ. ഒരു തയ്യാറാകുമോ സുഹൃത്തുക്കളെ? ചിലര് രാത്രിയും ബന്ധപ്പെടില്ല. റമളാൻ മാസമായി കഴിഞ്ഞാല് പകല് ഹറാം, പകലിന്റെ സമയത്ത് ഹറാം, പക്ഷെ രാത്രിയും ബന്ധപ്പെടൂല. ഭാര്യമാരുമായിട്ട് ഒരു മാസം അങ്ങോട്ട് തലാക്കി ഒല്ലി മാറ്റി അടുത്ത മുറിയിലിട്ട് കഥ അടച്ചു പൂട്ടിയേക്കും റമളാൻ മാസത്തിൽ. അത് തെറ്റാണത്. أحل لكم ليلة الصيام الرفث إلى نسائكم هن لباس لكم وأنتم لباس لهن. നിങ്ങൾക്ക് രാത്രി അവരുമായിട്ട് ബന്ധം പുലർത്താം, കുഴപ്പമില്ല, തെറ്റില്ല. പരിശുദ്ധ ഖുർആൻ നോമ്പ് പിടിക്കുന്ന സമയത്ത് മാത്രമാണ് അനുവദനീയമല്ലാത്തത്. നോമ്പ് മുറിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിതെല്ലാം അനുവദനീയമാണ്. പരിശുദ്ധ ഖുർആൻ. പക്ഷേ ഇവിടെ തഖ്വ, ഇവിടെ ഭയഭക്തി. ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് അവൻ തന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധം പുലർത്താൻ തയ്യാറാവുകയില്ല. ഇതാണ് തഖ്വ. ലഅല്ലകും തത്തഖൂൻ എന്ന് അല്ലാഹു തആല പറഞ്ഞു. എന്തൊക്കെയാ ഗുണമുള്ളത് അത് മനസ്സിലാക്കി. ഇനി അടുത്തത് അതാണ് ഇനി മനസ്സിലാക്കേണ്ടത്. അപ്പോഴറിയാം അല്ലാഹ് എന്തിനായി തഖ്വ ഉള്ളവരാകാൻ പറഞ്ഞത് എന്ന്. അതുകൂടെ മനസ്സിലാക്കുമ്പോ എന്താണ് നോമ്പ്, നോമ്പിന്റെ പവിത്രത, സവിശേഷത എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും ശ്രദ്ധിച്ചു. ഉള്ളവരായാലുള്ള ഗുണം, ഒന്നാമത്തെ ഗുണം നിങ്ങൾ നോമ്പ് പിടിച്ച് തഖ്വ ഉള്ളവരായാൽ നിങ്ങൾക്ക് ഒരു ഗുണവും അല്ലാഹുവിന്റെ അടുക്കലില്ല എന്ന് ആരും കരുതരുതേ. തഖ്വയുള്ള മുത്തഖീങ്ങൾക്ക് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറഞ്ഞ ഓഫറുകൾ നൽകുകയുള്ളൂ. ഒന്നാമത്തെ ഓഫർ, തഖ്വയുള്ള മുഅ്മിനെ, മുത്തഖിയായ മനുഷ്യ, നോമ്പുകാരനായ മുത്തഖിയെ, അല്ലാഹു നിനക്ക് നൽകുന്ന ഒന്നാമത്തെ ഓഫർ, മുത്തഖീങ്ങൾക്ക് വേണ്ടി അല്ലാഹു നൽകുന്നത് ഒന്ന്, അന്നജാതു മിനശ്ശദാഇദ്. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലാഹുവിന്റെ രക്ഷ അവർക്കുണ്ടാകും. ആർക്ക്? മുത്തഖീങ്ങൾക്ക്. ഞാൻ ചോദിക്കുക ഇടയ്ക്കിടയ്ക്ക്, അപ്പൊ നിങ്ങൾ പറയണം മുത്തഖീങ്ങൾ. ഏത് മുത്തഖീങ്ങൾ? ലഅല്ലകും തത്തഖൂൻ. അല്ലാഹു തആല പറഞ്ഞു നോമ്പ് പിടിച്ചാൽ നിങ്ങൾ തഖ്വ ഉള്ളവരായേക്കാം എന്ന് പറഞ്ഞ മുത്തഖീങ്ങൾക്ക് അല്ലാഹു നൽകുന്ന വാഗ്ദാനമാണ്. ഓഫർ. ഓണകാലത്ത് ഓഫർ കാണും, ബക്രീദിന് ഓഫർ കാണും, ചെറിയ പെരുന്നാളിന് ഓഫർ കാണും. ഒരുപാട് ഓഫർ. 40 രൂപയ്ക്ക് ചെയ്താൽ 80 രൂപയ്ക്ക് സംസാരിക്കുക, 80 രൂപയ്ക്ക് ചെയ്താൽ 20 രൂപയ്ക്ക് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഓഫർ വരുമല്ലോ. തല തിരിഞ്ഞൊക്കെ വരും. അതിലൊന്നും വശംവദരായി പോകണ്ട. നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്, 2 ദിവസം കഴിഞ്ഞ് നോക്കി ഒരു പൈസയും കാണൂല. ഇങ്ങനെയൊക്കെ ഓഫറുകൾ കാണും. ഇതൊക്കെ കള്ള ഓഫർ. ഒറിജിനൽ ഓഫർ ദാ അല്ലാഹു ചെയ്യുന്നു. മുത്തഖീങ്ങളായി മാറിയാൽ, തഖ്വ ഉള്ളവരായി മാറിയാൽ അല്ലാഹു നൽകുന്ന ഒന്നാമത്തെ ഓഫർ, അന്നജാതു മിനശ്ശദാഇദ്. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹുവിന്റെ സഹായം, അവന്റെ രക്ഷയുണ്ടാകും. ഇത് മുത്തഖീങ്ങൾക്ക് മാത്രമുള്ള ഓഫറാണ് കേട്ടോ. ലഅല്ലകും തത്തഖൂൻ എന്ന് അല്ലാഹു വെറുതെ അല്ല പറഞ്ഞതെന്ന് ഇപ്പൊ ഓർത്തോളി. ഇവിടെ അല്ലാഹു ഒരു വാഗ്ദാനം ആദ്യം ചെയ്തിട്ടില്ല. നീ തഖ്വ ഉള്ളവനായി മാറ്, എന്നിട്ട് ഞാൻ പിന്നെ എന്താ വേണ്ടെന്ന് വെച്ചാൽ തരാം. അങ്ങനെ തഖ്വ ഉള്ളവനായാൽ ഒന്നാമത്തെ ഓഫർ, എല്ലാ പ്രശ്നത്തിനും പരിഹാരം. ആരാണ് നിന്നെ സ്യൂട്ട് ചെയ്യാൻ വന്നാല് ഞാൻ ആ കാര്യം ഏറ്റെടുത്തു കൊള്ളാം. പരിശുദ്ധ ഖുർആൻ, തംസസ്കും ഹസനതുൻ തസൂഹും وَإِن تُصِبْكُمْ سَيِّئَةٌ يَفْرَحُوا بِهَا وَإِن تَصْبِرُوا وَتَتَّقُوا لَا يَضُرُّكُمْ كَيْدُهُمْ شَيْئًا إِنَّ اللَّهَ بِمَا يَعْمَلُونَ مُحِيطٌ. അല്ലാഹുവിന്റെ അടിമകൾ ഈ
ഈ ഭൂലോകത്ത് മുഴുവനുമുള്ള ദാസന്മാരും ദാസിമാരും അള്ളാഹുവിന്റെ അടിമകളാണ് മനുഷ്യർ മുഴുവനും. പക്ഷേ പടച്ച തമ്പുരാന്റെ അസ്തിത്വത്തിൽ അംഗീകരിച്ചവർ അത് കുറച്ചു വിഭാഗം മാത്രമേയുള്ളൂ. അവന്റെ ഏകത്വത്തിൽ അംഗീകരിച്ചവർ, അവനാണ് ആരാധ്യനെന്ന് വിശ്വസിക്കുന്നവർ, അവനാണ് ഏകനെന്ന് വിശ്വസിക്കുന്നവർ, അവനാണ് എല്ലാം നടത്തുന്നവൻ എന്ന് വിശ്വസിക്കുന്നവർ, അത് വളരെ കുറഞ്ഞ പേര് മാത്രമാണ്. പക്ഷേ ആ മുസ്ലിം സമുദായത്തിന്റെ എതിരാളികൾക്ക്, മുസ്ലിമീങ്ങൾക്ക് വല്ല ന്യൂനതകളും വന്നാൽ എതിരാളികൾ അത് കണ്ടുകൊണ്ട് സന്തോഷിക്കുമെന്ന് ഖുർആൻ. നബിയും സഹാബത്തിനും വല്ല ബുദ്ധിമുട്ടുകളും വന്നാൽ മക്ക കുഫാറുകളും മുശ്രിക്കുകളും നോക്കി നിന്ന് ചിരിക്കും. അങ്ങനെ വരട്ടെ, നമുക്ക് ഇപ്പൊ അങ്ങനെ. അന്ന് മുശ്രിക്കുകളും മുസ്ലിങ്ങൾക്കെതിരെ, ഇന്ന് മുസ്ലിമും മുസ്ലിമിനെതിരെ. പാരവെപ്പ് മൊത്തം അവന്റെ കയ്യിലേ ഉള്ളൂ. ചുമ്മാ അല്ല, പാരയ്ക്ക് വില കൂടുതൽ. ഇത് തിന്ന് ഇവന്റെ ജോലി എന്താ? കുലത്തൊഴില പാരവെപ്പ്. മുസ്ലിമും മുസ്ലിമിന് ഇടങ്ങേറും. ഇവന് മാത്രമേ കടയിടാവൂ. വേറെ ഒരുത്ത അവിടെ കട കൊണ്ടുവച്ചാൽ അവനെ എങ്ങനെയെങ്കിലും പൂച്ചത്തലയ്ക്കകത്തോ കോഴിത്തലയ്ക്കകത്തോ വെണ്ടയ്ക്കായ്ക്കകത്തോ ഉരുളം കിഴങ്ങിനകത്തോ ഇവനെ അവിടെ നിന്ന് ഓടിക്കാനുള്ള പദ്ധതിയായിരിക്കും. പിന്നെ വേറെ ഒന്നും കടയിലൊന്നും ആരും ഇടാൻ പാടില്ല. ഇവ മാത്രമേ ഇവിടെ തിന്നാവൂ, ഇവ മാത്രമേ ജീവിക്കാവൂ. ബഹുമാനമുള്ള സഹോദരൻ, അത് പാടില്ലല്ലോ. അത് അസൂയല്ലേ, അത് ഹസദല്ലേ, അത് വിരോധമല്ലേ, ക്രോധമല്ലേ? അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷയില്ല. ഒരുത്തന് നന്മ കിട്ടട്ടെ, റിസ്ക് തരുന്നത് അല്ലാഹു അല്ലേ? അവരെ ഗൾഫിൽ ആരും പോകരുതല്ലോ, നീ മാത്രമേ പോകാവുള്ളല്ലോ. ഗൾഫിൽ ലക്ഷക്കണക്കിന് കേരളക്കാര് ദുനിയാവിലുള്ള ലോകത്തുള്ള ഗൾഫിലും മറ്റുള്ള സ്ഥലങ്ങളിൽ നിൽക്കുന്ന എല്ലാ കേരളക്കാരെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു വിട്ട നമ്മളിവിടെ ശ്വാസം മുട്ടി മരിച്ചു പോകും. എല്ലാം വെളിയിലാണ് കിടക്കുന്നത്. ബോംബെയിൽ എത്തരണമുണ്ട്, ഡൽഹിയിൽ എത്തരണമുണ്ട്, തമിഴ്നാട്ടിൽ എത്തരണമുണ്ട്. മഹിഷറെ പോയാൽ അവിടെയും കാണും ചായക്കച്ചവടം. ആരാന്ന് ചോദിച്ചാൽ മലപ്പുറം കാക്കായിരിക്കും. കാരണം ദുനിയാവിൽ എവിടെ പോയാലും ഒരു ചായക്കടയായിട്ട് നമ്മുടെ കേരളക്കാർ ഏത് മൂലയിലും കാണും, എവിടെ പോയാലും കാണും. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മളപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, അള്ളാഹുവാണ് നമുക്ക് നിഅമത്തും റിസ്ഖും തരുന്നത്. അത് എത്ര പേര് നമ്മുടെ മുന്നിൽ കടവെച്ചാലും, എത്ര പേര് വന്ന് കച്ചവടം ചെയ്താലും നമുക്കത് പ്രശ്നമല്ല. പടച്ചവൻ തരാൻ തീരുമാനിച്ചാൽ അള്ളാഹു അത് തരും എന്നുള്ള വിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത്. പിന്നെ ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോ അടുത്തവൻ നോക്കിയിരുന്ന് ചിരിക്കരുത്. അത് മുനാഫിക്കിന്റെ അടയാളമാണ്. ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ദുആ ചെയ്യണം. പടച്ചവനെ നീ അത് മാറ്റിക്കൊടുക്കണേ അല്ലാ, പാവം പിടിച്ചവനാണ് റബ്ബേ, നിന്റെ അടിമയാണല്ലാ, നിന്റെ ദാസനാണല്ലാ, നീ അദ്ദേഹത്തിന് ആരോഗ്യം നൽകണേ അല്ലാ. അങ്ങനെ വേണം ദുആ ചെയ്യാൻ. അതാണ് വേണ്ടത്. എങ്കിലും നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുകയും നിന്നെ അല്ലാഹു രക്ഷപ്പെടുത്തുകയും ചെയ്യും. ഇവിടെ അല്ലാഹു തആല പറയുന്നു, ഇൻ തംസസ്കും ഹസനതുൻ തസൂഹും വഇൻ തുസിബുകും സയ്യിഅത്തുൻ യഫറഹൂ ബിഹാ വഇൻ തസ്ബിറൂ വതത്തഖൂ ലാ യദുർറുകും കൈദുഹും ശൈആ. നബിയേ, സഹാബത്തെ, നിങ്ങൾക്ക് വല്ല ദോഷവും ബുദ്ധിമുട്ടുകളും വന്നാൽ ആ എതിരാളികൾ, പ്രതിയോഗികൾ അത് കണ്ട് സന്തോഷിക്കും ഹബീബേ. നിങ്ങൾക്ക് വല്ല സന്തോഷവും വന്നാലോ അവർ ദുഃഖിക്കും നബിയേ, അവർ ദുഃഖിക്കും നബിയേ. ഇത് രണ്ടും നിങ്ങൾ വകവെക്കേണ്ടതില്ല. ഈ സന്ദർഭത്തിൽ നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചാലോ പീഡിപ്പിച്ചാലോ ഭീഷണിപ്പെടുത്തിയാലോ നിങ്ങളെ ക്ഷമാവലംബിക്കുകയും അല്ലാഹുവിനെ ഭയഭക്തിയോടെ മുറുകെ പിടിക്കുകയും ചെയ്താൽ ലാ യദുർറുകും കൈദുഹും ശൈആ, അവരുടെ കുതന്ത്രങ്ങളൊന്നും നിങ്ങൾക്ക് ഒരു പരിക്കും ഏൽപ്പിക്കുകയില്ല നബിയേ. ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത്, സകലമാന കാര്യങ്ങളും അല്ലാഹു സസൂക്ഷ്മം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് നബിയേ. അതുകൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവർ സന്തോഷിക്കും, അവർക്കൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഹൈർ വരുമ്പോ അവർക്ക് ഖേദവുമാകും. ഓ, അവൻ അങ്ങനെ കിട്ടിയോ, അവൻ രക്ഷപ്പെട്ടു പോയോ, അവൻ പരീക്ഷയിൽ വിജയിച്ചോ, അവന് നല്ല കച്ചവടം. അപ്പോ തഖ്വയുള്ളവരാണെങ്കിലോ എന്ത് പ്രശ്നമുണ്ടായാലും നിങ്ങൾ സഹിക്കുവിൻ, ക്ഷമിക്കുവിൻ. അല്ലാഹു തആല നിങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. നിങ്ങൾ ക്ഷമിച്ചാൽ ഭയപ്പെട്ടാൽ തഖ്വ ഉള്ളവരായാൽ ലാ യദുർറുകും കൈദുഹും ശൈആ, ആരുടെ ഉപദ്രവങ്ങളും നിങ്ങൾക്ക് ഫലിക്കുകയില്ല കേട്ടോ.
ആരുടെ ഉപദ്രവങ്ങൾ നിങ്ങൾക്ക് ഫലിക്കില്ല, പേടിക്കണ്ട എന്നർത്ഥം. മുത്തഖീങ്ങളെ നിങ്ങൾ പേടിക്കണ്ട എന്നർത്ഥം. ആരും നിങ്ങളെ ഒന്നും ചെയ്യുകയില്ല.